ശിവപുരാണം അനുസരിച്ച് രുദ്രാക്ഷത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്തമായ കഥകളുണ്ട്. ഒരു കഥ ഇങ്ങനെയാണ്. വളരെ കാലം കഠിനമായ തപസ് അനുഷ്ഠിച്ച ശേഷം ഭഗവാൻ ശിവൻ തന്റെ കണ്ണുകൾ തുറന്നു. തന്റെ കഠിന തപസ്സിൽ ക്ഷീണിതനായിരുന്ന മഹാദേവന്റെ കണ്ണുകളിൽ നിന്ന് കുറച്ച് കണ്ണുനീർ ഭൂമിയിലേക്ക് വീണു. ഈ കണ്ണുനീർ തുള്ളികളിൽ നിന്നാണ് രുദ്രാക്ഷ മരങ്ങൾ ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ മറ്റൊരു കഥ പറയുന്നത് പണ്ട് ത്രിപുരൻ എന്നൊരു ഭീകരനായ അസുരൻ ഉണ്ടായിരുന്നു. അവൻ ദേവന്മാരോട് യുദ്ധം ചെയ്യുകയും നിരവധി ദേവന്മാരെ വധിക്കുകയും ചെയ്തു. അങ്ങനെ ആ അസുരനെ വധിക്കാൻ ഭഗവാൻ ശിവൻ ത്രിശൂലം ഉപയോഗിച്ച് ത്രിപുരനുമായി യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ ഭഗവാൻ ശിവന്റെ ശരീരത്തിൽ നിന്ന് വീണ വിയർപ്പ് തുള്ളികളിൽ നിന്നാണ് രുദ്രാക്ഷ മരങ്ങൾ ഉണ്ടായതെന്നും വിശ്വസിക്കപ്പെടുന്നു. പണ്ടുകാലത്ത് സന്യാസിമാരും യോഗികളും അവരുടെ തപസ്സിനും ധ്യാനത്തിനും ശക്തി നൽകാനായി രുദ്രാക്ഷം ധരിച്ചിരുന്നു. അതൊരു സാധാരണ രുദ്രാക്ഷമായിരുന്നില്ല, മറിച്ച് അത് ഭഗവാൻ ശിവനിൽ നിന്ന് ഉത്ഭവിച്ച വിശുദ്ധമായ ഒന്നായിരുന്നു. രുദ്രാക്ഷം ധരിക്കുന്ന ഒരാൾക്ക് ഭഗവാൻ ശിവന്റെയും മറ്റ് ദേവീ ദേവന്മാരുടെയും പ്രത്യേക അനുഗ്രഹം ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഒരാൾ രുദ്രാക്ഷം ധരിച്ച് മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിന്റെ ഫലം 10 മടങ്ങായി വർദ്ധിക്കുമെന്നും രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ ഭൂതങ്ങളും ദുരാത്മാക്കളും അകന്നു നിൽക്കുമെന്നും അവർ പറഞ്ഞു. കൂടാതെ രുദ്രാക്ഷം ധരിക്കുന്ന ഒരാൾക്ക് ശിവഭഗവാന്റെ മാത്രമല്ല മഹാവിഷ്ണുവിന്റെയും ദുർഗാദേവിയുടെയും ഗണപതി ഭഗവാന്റെയും തുടങ്ങിയ എല്ലാ ദേവീ ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. രുദ്രാക്ഷം ധരിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അവർ പറയുന്നു. ശരീരം ശുദ്ധിയായിരിക്കുമ്പോൾ മാത്രമേ രുദ്രാക്ഷം ധരിക്കാവൂ. രുദ്രാക്ഷം ധരിക്കുമ്പോൾ ഓം നമഃ ശിവായ എന്ന് മന്ത്രം ജപിക്കണം. രുദ്രാക്ഷം ധരിക്കുമ്പോൾ ചില നിയമങ്ങളും പാലിക്കേണ്ടതുണ്ട്. അവർ മാംസം, മദ്യം, സവാള, വെളുത്തുള്ളി എന്നിവ കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. ഈ നിയമങ്ങൾ പാലിക്കാതെ രുദ്രാക്ഷം ധരിച്ചാൽ യാതൊരു ഫലവും ലഭിക്കില്ലെന്നും അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ രുദ്രാക്ഷം വെറും ഒരു മാലയായിരുന്നില്ല, മറിച്ച് വിശുദ്ധിയും ആത്മീയ ശക്തിയും നിറഞ്ഞ ഒരു പ്രതീകമായി തലമുറകളോളം ആളുകൾ വിശ്വസിച്ചു പോന്നു. രുദ്രാക്ഷത്തിന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ഹർ ഹർ മഹാദേവ് എന്ന് ടൈപ്പ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്.